എൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ AI ഇൻ ആനിമേഷൻ ആൻഡ് ഗെയിമിംഗ് എന്നുള്ളതാണ്. ആനിമേഷൻ്റെയും ഗെയിമിൻ്റെയും വേൾഡിൽ AI എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആനിമേഷനിൽ ഗെയിമിംഗ് AIക്കുള്ള ഇമ്പോർട്ടൻസ് എന്തെല്ലാമാണ് എന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. AI ഒരു ആർട്ടിസ്റ്റിനും ഡെവലപ്പേഴ്സിനും വളരെ വേഗത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ട് ഒരു പ്രൊഡക്റ്റ് മേക്ക് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ മാനുവലായിട്ട് ഒരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആർട്ടിസ്റ്റ് ഫ്രെയിം ബൈ ഫ്രെയിം ക്യാരക്ടർ നമ്മൾ ഡ്രോ ചെയ്യണം. ഒരു 10 സെക്കൻഡ് വാക്കിംഗ് സീനിന് ഒരു ഹവറോ അല്ലെങ്കിൽ 1 or 2 days ഒക്കെ അതിന് വേണ്ടി ചിലവഴിക്കേണ്ടി വരും. പിന്നെ കോസ്റ്റും ഹൈ ആണ്. AI യൂസ് ചെയ്യുമ്പോൾ അസറ്റ് ക്രിയേഷൻ, മിഡ് ജേണി, സ്റ്റേബിൾ ഡിഫ്യൂഷൻ പോലുള്ള AI ടൂൾസ്, ടെക്സ്റ്റ് പ്രോംപ്റ്റിൽ നിന്ന് ആർട്ട്, ടെക്സ്ചർ, 3D മോഡൽസ് സെക്കൻഡുകൾ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മേജിക്കൽ ഫോറസ്റ്റ് മാനുവലായിട്ട് പെയിന്റ് ചെയ്യാൻ ഒരു 1 or 2 days ഒക്കെ എടുക്കും. അതിനു വേണ്ടി ഒരു AI സെക്കൻഡുകൾ കൊണ്ട് ആ മേജിക്കൽ ഫോറസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഡീപ് മോഷൻ, അഡോബ് ഇതുപോലുള്ള ടൂൾസ് ക്യാരക്ടറിന്റെ ആനിമേറ്റർ മോഷൻ അനലൈസ് ചെയ്ത് റിയലിസ്റ്റിക് മൂവ്മെന്റ്സും ലിപ്സിംഗും ഓട്ടോമേറ്റ് ചെയ്യുന്നുണ്ട്. മാനുവലി ചെയ്യുകയാണെങ്കിൽ വളരെ അധികം എഫേർട്ട് ഉള്ള ഒരു സംഭവമാണിത്. ടൈം കൂടുതൽ എടുക്കും ചെയ്യും. പിന്നെ AI യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇതിൽ ബെറ്റർ ക്വാളിറ്റി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇനി ഗെയിമിങ്ങിൽ AIന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ, മാനുവലി ഗെയിം ഡെവലപ്മെന്റ് ലെവൽസ്, ഗെയിമിംഗ് വേൾഡ്, അതിലെ ആർട്ടിസ്റ്റ് എല്ലാം ഒരു സിംഗിൾ ലെവൽ ക്രിയേറ്റ് ചെയ്യാൻ വീക്സ് എടുക്കും. AI പ്രൊസീജിയറൽ കണ്ടന്റ് ജനറേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് ഡൈനാമിക്കലി ഗെയിമിംഗ് വേൾഡ് ലെവല് ക്രിയേറ്റേഴ്സ് ഒബ്ജക്റ്റ് എല്ലാം ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോ മാൻ സ്കൈ എന്ന ഗെയിമിൽ AI ബില്യൺസ് ഓഫ് യുണീക്ക് പ്ലാനറ്റ്സ്, ലാൻഡ്സ്കേപ്പ്, ആനിമൽസ്, എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മാനുവലി ചെയ്യുമ്പോൾ വർഷങ്ങളോളം എടുക്കുന്ന ഒരു ഹാർഡ് വർക്കാണ് ഇതിന് ചെയ്യാന്നുള്ളത്. പിന്നെ NPC ബിഹേവിയർ ആണ്. NPC ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഗെയിമിലെ പ്ലെയർ കൺട്രോൾ ചെയ്യാത്ത കഥാപാത്രങ്ങളുടെ റിയാക്ട്, സംസാരം, ആക്ഷൻസ് എന്നിവയെല്ലാമാണ് NPC ബിഹേവിയർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാനുവലായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ NPC ബിഹേവിയർ സ്ക്രിപ്റ്റഡ് ഡയലോഗും ഫിക്സ്ഡ് ആക്ഷനും കൊടുക്കേണ്ടി വരും. ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. AI നമ്മൾ സ്മാർട്ട് റിയാക്ഷൻ ആൻഡ് ഡൈനാമിക് ആക്ഷൻ ഇതിലേക്ക് കൊണ്ടുവരാൻ തന്നെ സാധിക്കും. അതിലാകുമ്പോൾ സ്ക്രിപ്റ്റഡിന്റെ ആവശ്യമില്ല. ഇനി വരുന്നത് പ്ലെയർ എക്സ്പീരിയൻസ് ആണ്. മാനുവലി ഗെയിം സ്റ്റാറ്റിക് ഡിഫിക്കൽട്ട് ആണ്. സ്റ്റോറി ലൈൻ നമ്മൾ എഴുതി കൊടുക്കേണ്ട രീതിയിലാണ് ഇത് ചെയ്തിട്ടുണ്ടാവുക. AI വരികയാണെങ്കിൽ അതിന്റെ ഡേറ്റാസ് അനലൈസ് ചെയ്ത് മാച്ചിങ് ആയിട്ടുള്ള ഡിസിഷൻസ് അത് സ്വന്തമായിട്ട് എടുക്കും. ഇനിയുള്ളത് റിയൽ ടൈം ഗ്രാഫിക്സ് ആണ്. മാനുവലിൽ വളരെയധികം ലാഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. AI യൂസ് ചെയ്യുമ്പോൾ ലാഗ് വളരെ കുറക്കാൻ സാധിക്കും. ഇനി ലിമിറ്റേഷൻസ് ആൻഡ് അഡ്വാൻറ്റേജസ് ആണ്. മാനുവൽ മെത്തേഡ് സ്ലോ ആണ്, ടൈം കൂടുതൽ കൺസ്യൂമിംഗ് ആണ്, ലേബർ ഇന്റൻസീവ് ആണ്, ഹൈ കോസ്റ്റ് ആണ്. അതിനു വേണ്ടി AI വരുമ്പം റിപ്പീറ്റീവ് ടാസ്ക് ഓട്ടോമേറ്റ് ചെയ്യും, ക്രിയേറ്റിവിറ്റി ബൂസ്റ്റ് ചെയ്യാം. എല്ലാവർക്കും വളരെ പെട്ടെന്ന് ആക്സസിബിൾ ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ഇനി ഗെയിംസിലേക്ക് വരികയാണെങ്കിൽ മാനുവൽ ആയിട്ട് ഓപ്പൺ വേൾഡ് ക്രിയേഷൻ വളരെയധികം ഡിഫിക്കൽട്ട് ആണ്. പിന്നെ AI ലിമിറ്റ്ലെസ് വേൾഡ് വളരെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിലുള്ള AI വരുന്ന മെയിൻ ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ AI ജനറേറ്റഡ് കണ്ടന്റ് കോപ്പിറൈറ്റിംഗ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. AI ഒരുപാട് ഡേറ്റാസ് വെച്ച് ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ കോപ്പിറൈറ്റിംഗ് ഇഷ്യൂസ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെയുള്ള ഹൈ എൻഡ് GPU വേണം. അതുകൊണ്ട് തന്നെ എൻവിറോൺമെന്റ് വളരെ കോസ്റ്റ്ലി ആണ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ AI ആനിമേഷൻസിന്റെയും ഗെയിംസിന്റെയും ക്രിയേഷൻസ് പ്രോസസ്സ്, ഔട്ട്പുട്ട് ക്വാളിറ്റി, യൂസർ എക്സ്പീരിയൻസ് വളരെ വേഗത്തിൽ കംപ്ലീറ്റ്ലി ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. താങ്ക് യു.